വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ ജോലി തട്ടിയെടുത്തെന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി DGP. അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിലാണ് നടപടി. കോഴിക്കോട് കുറ്റ്യാടി കേന്ദ്രീകരിച്ച് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന സംഘം പ്രവർത്തിക്കുന്നതായുള്ള വാർത്ത ജനം TV പുറത്തുവിട്ടിരുന്നു. വിശദാംശങ്ങൾ നൽകാൻ അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, വിശദാംശങ്ങൾ. നിഖിൽ, കണ്ണൂരിലെ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു അധ്യാപിക നിയമനം നേടിയെടുത്തത് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റിലൂടെയാണ് എന്നൊരു വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇത്തരത്തിൽ ഈ കുറ്റ്യാടി ഭാഗത്ത് ഒരു വ്യക്തി ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നുണ്ട് എന്ന വാർത്തയും വിവരവും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 10 ലക്ഷം രൂപ വരെ ഇവർ ഈടാക്കുന്നു എന്നതടക്കമുള്ള വാർത്ത ജനം TV അടക്കമാണ് പുറത്തുവിട്ടത്. പക്ഷേ പിന്നീട് ഈ വാർത്തയ്ക്ക് ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല. ഇത് അതോടെ അവസാനിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഈ ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയ്സിംഗ് ഈ മുഖ്യമന്ത്രിക്കടക്കം ഈ സംഭവം ചൂണ്ടിക്കാണിച്ച് ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നടപടിക്ക് ഈ കോഴിക്കോട് റൂറൽ SP സംസ്ഥാന പോലീസ് മേധാവി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എന്താണ് സംഭവം, ഇതിന് പിന്നിൽ ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്നതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഇത്തരം സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ആരൊക്കെ നിയമനം നേടിയിട്ടുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം. അതിനുവേണ്ടി ഈ സംസ്ഥാന പോലീസ് മേധാവി കോഴിക്കോട് റൂറൽ SP ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഈ ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള ജയ്സിംഗിന്റെ പരാതിയെ തുടർന്നാണ് ഇത്തരം ഒരു നടപടി എടുത്തിരിക്കുന്നത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്ത കൂടിയായിരുന്നു. അതായത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, 10 ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നവർക്ക് നൽകണം. അതിനുശേഷം ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് ഇത്തരം സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നിയമനം നേടിയെടുക്കുക. അതായത് സാധാരണക്കാരെ പിന്തള്ളിക്കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർ മുൻപന്തിയിലേക്ക് കടക്കുകയും ഈ സർക്കാർ ജോലി വാങ്ങുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഒരു പുനരന്വേഷണം ഉണ്ടാകും എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. നിഖിൽ,